ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എക്സാം ഉള്ള ദിവസമാണ്. ഇന്ന് രാവിലെ അല്ല വെളുപ്പിനെയാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. എനിക്ക് 1:30ക്കാണ് പരീക്ഷ. നോർമലി ഞാൻ ഫുഡൊന്നും കഴിക്കത്തില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും. പക്ഷേ പരീക്ഷയുള്ള ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വന്നുകൊണ്ടേയിരിക്കും. ഉറക്കം വന്നാൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അതവിടെ ഇട്ടിട്ട് വരാനുള്ളൊരു ത്വരയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ഇല്ലേ, അതിനകത്തോട്ടേക്ക് ബീഫ് ഇങ്ങനെ കറി ഇങ്ങനെ നല്ലപോലെ കുറുക്കി അത് വെച്ച് തന്നു. പിന്നെ റൂമിലെത്തി ഞാൻ കുറച്ച് നേരം കിടന്നു. പിന്നെ എണ്ണീച്ചിരുന്ന് കുറച്ച് മലയാളം കൂടെ എന്തൊക്കെയൊക്കെയോ നോക്കി. സമാസം അറിയില്ലേ, സമാസം, ആ സാധനത്തിനൊന്ന് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ചോറും സാമ്പാറും പിന്നെ ക്യാബേജ് തോരനും പപ്പടവും ഒക്കെ ആയിരുന്നു. വിശപ്പിൻ്റെ വിളി ആ സമയത്ത് ആയിട്ടില്ല, കാരണം നമ്മൾ എക്സാമിൻ്റെ ആ ഒരു ഇതിലിരിക്കുകയാണല്ലോ. അപ്പോൾ അതേ ഗുണ്ടുമുളക് ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ തലേ ദിവസം തീരെ ഉറങ്ങിയിട്ടില്ല. അതാണ് എൻ്റെ ഈ ബ്ലാക്ക് സർക്കിൾസ് ഇരിക്കുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നമ്മൾ സ്ഥലത്തു നിന്നൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തീരേക്ക് ഉറങ്ങിയിട്ടില്ല. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എക്സാം നല്ല പരീക്ഷയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിശപ്പിൻ്റെ വിളി തുടങ്ങിയത്. അപ്പോൾ ഈ പൊട്ടാറ്റ ഇല്ലേ, ഈ സാധനം ഇത് മേടിച്ച് 2-3 എണ്ണം കഴിച്ച് ഒരു 2 പാക്കറ്റ് ഇങ്ങനെ മേടിച്ചിട്ട് അത് വെച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അവിടെ കൂടെ ഒരു കോളേജിലൊരു കൊച്ച് പാസ് ചെയ്ത് പോയി. ആ കൊച്ച് വിചാരിച്ചിട്ടുണ്ടായി കുട്ടിക്ക് പിന്നെ അതാണത്. ക്യാമറ നോക്കി ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. ഇതിൻ്റെ ഷോട്ട് ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ പെരുന്നാപ്പൊടി വെച്ചാണ് കഴിച്ച് ഞാനിത് മേടിച്ചത്. എനിക്ക് ഭയങ്കര ക്രേവ് ആവുമായിരുന്നു. അപ്പോൾ ഫുള്ള് ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഷോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ എക്സാമും കഴിഞ്ഞ് എന്തൊക്കെ തിന്നത് നിങ്ങൾക്ക് കുറച്ച് പിന്നെ കാണുമായിരിക്കുമല്ലോ. ആ സാധനമൊക്കെ തിന്ന് എൻ്റെ ക്രേവിങ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് ഞാൻ ഇവിടെ വന്നിങ്ങനെ കിടക്കുകയാണ്. ഒട്ടും വയ്യ, കാരണം രാവിലെ എണ്ണീച്ചാണ്. ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഉറങ്ങാനും ഒട്ടും കഴിയുന്നില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു ദിവസം മുന്നേ വരണമായിരുന്നു, പക്ഷേ ഞാൻ വന്നില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കണ്ണിന് ചുറ്റും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് ഡാർക്കായിട്ടുണ്ട്, ഡാർക്ക് സർക്കിൾസ് വന്നിട്ട്. പിന്നെ എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം വരുന്നു സുഹൃത്തുക്കളെ, മലയാളം വരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു ഗസ്, നല്ല പരീക്ഷയായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട്. മാർക്ക് തരണം. ഇനി അടുത്ത് നമുക്ക് തിങ്കളാഴ്ച പരീക്ഷയുള്ളൂ. നല്ല അവധിയാണ് സുഹൃത്തുക്കളായി. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് നേരം ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയായിരിക്കും, അല്ലെങ്കിൽ ഫോൺ നോക്കി കിടക്കുകയായിരിക്കും, അറിയില്ല. നമുക്ക് രാത്രിത്തെ ഫുഡും കൂടെ കഴിക്കാനുണ്ട്. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഷോർട്ടായിരിക്കും. കാരണം എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു, ഒന്നും ഷൂട്ട് ചെയ്യാൻ പിടിക്കാൻ സമയമില്ലായിരുന്നു. ഓട്ടപ്പാച്ചിലായിരുന്നു. അവിടെ നിന്ന് എണീച്ചോടുന്നു ഇങ്ങോട്ടോടുന്നു പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറായിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് നമ്മൾ കുറച്ച് ലോങ്ങർ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് രാത്രി എന്താ കഴിക്കാൻ നോക്കാം. അപ്പം ഇന്ന് രാത്രി കഴിക്കാനായിട്ട് നമുക്ക് നല്ല ചൂട് പുട്ടും നല്ല ഗ്രേവിയാണ് കഴിക്കാനായിട്ട്. എന്തിൻ്റെ ഗ്രേവി? ചിക്കൻ്റെ ഗ്രേവി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അങ്ങനത്തെ എന്തോ ഒരു ഗ്രേവിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ. ഞാൻ ഓർത്തു ഇന്ന് വീഡിയോക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് രാത്രിത്തെ ഫുഡ് സമാനത്തോടെ നിങ്ങളോട് കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന്. അടിപൊളി കേസ്. എനിക്ക് പുട്ട് ഇത് രാത്രി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വയറും നിറയും, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും ഗ്രേവിയും. നിങ്ങൾക്കൊക്കെ ക്ലാസ് ഉണ്ടോ? പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇന്ന് കഴിച്ചത് ഒക്കെ എന്നോട് പറയട്ടോ. നാളെ ഒരു അടിപൊളി ചാലഞ്ച് വരുന്നുണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരും നാളത്തെ വീഡിയോ എന്തേലും കാണട്ടോ. എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാലഞ്ചാണ് നാളത്തത്. അപ്പോൾ നാളത്തെ വീഡിയോ ആരും മിസ് ചെയ്യല്ലേ. പിന്നെ എൻ്റെ പാട്ട് കേട്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞവരോട് താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയവരോട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞ കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുക്കാത്ത, ഞാൻ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഏറ്റവും റിപ്പീറ്റഡായിട്ട് വരാറുള്ളതാണ് എൻ്റെ ഈ മോതിരത്തിൻ്റെ ക്വസ്റ്റ്യന്. ഇതിവിടെ ഡാസ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ച കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പിന്നെ ലിങ്ക് ഇടാത്തത് അല്ലെങ്കിൽ ഒത്തിരി ചോദ്യം വരുന്നുണ്ട്. അത് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുനിന്ന് മേടിച്ചൊരു കടയാണ് ഡാസ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള.
അങ്ങനെ ഞാൻ അത് തിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോക്കായിരുന്നു. പക്ഷേ നാളെ നമ്മൾ സെറ്റപ്പായിട്ട് വരുന്നതായിരിക്കും. നാളെ ഒരു അടിപൊളി ചാലഞ്ച് ഉണ്ട്. സോ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.